പ്രിയ കൂട്ടുകാരെ, ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിൻ്റെ 6ാമത്തെ ഭാഗമാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇതിന് മുൻപുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കഥ തുടരാം. അധ്യായം 14. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഒക്ടോബർ 1. രാത്രിയിലെ അധ്വാനവും ഉറക്കമിളപ്പും മൂലം ഉച്ചവരെ കിടന്നുറങ്ങി. ഉച്ചയോടെ പ്രൊഫസർ എൻ്റെ മുറിയിലേക്ക് കയറി വന്നപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അദ്ദേഹം വളരെ ഉന്മേഷവാനായി കാണപ്പെട്ടു. കഴിഞ്ഞ രാത്രിയിലെ സാഹസികാനുഭവങ്ങൾ അയവിറക്കിയ ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡോക്ടർ, താങ്കളുടെ ആ രോഗിയിൽ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. അയാളെ ഒന്ന് പോയി കണ്ടാലോ? എനിക്ക് മറ്റു ചില അത്യാവശ്യ കാര്യങ്ങളുണ്ടെന്നും പ്രൊഫസർ തനിയെ പൊയ്ക്കൊള്ളാനും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഒരു ജോലിക്കാരനെ വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് പ്രൊഫസർക്കൊപ്പം അയക്കുകയും ചെയ്തു. രോഗിയെ ഉത്തേജിതനാക്കരുതെന്ന് ഒരു താക്കീതും ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. തുടർന്ന് ഞാൻ എൻ്റെ ജോലികളിൽ മുഴുകി. കുറച്ചു കഴിഞ്ഞ് പ്രൊഫസർ മടങ്ങിയെത്തി. ഞാൻ തിരക്കിലാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അല്ലെന്നും അകത്തേക്ക് വരാനും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. റെൻഫീൽഡ് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അതൊന്നുമില്ല, പക്ഷേ അയാൾക്ക് എന്നെ അത്ര ഇഷ്ടമായില്ല. ഞാൻ ചെല്ലുമ്പോൾ അയാൾ മുറിയുടെ നടുവിലിട്ട ഒരു കസേരയിൽ കൈത്തലത്തിൽ മുഖവും തങ്ങിയിരിക്കുകയായിരുന്നു. എന്നെ കണ്ടിട്ടും അയാൾ കണ്ടതായി നടിച്ചില്ല. അത് കാര്യമാക്കാതെ ഞാൻ അയാളോട് സ്നേഹസഹതാപ രൂപേണ സംസാരിച്ചു. നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഓഹോ, മനസ്സിലായി. നിങ്ങളാ മരമണ്ടൻ പ്രൊഫസർ മാൻഹെൽസിംഗ് അല്ലേ? നിങ്ങളുടെ ഒരു നാലാംകിട തലച്ചോർ സിദ്ധാന്തം. മരത്തലയന്മാരായ ഡച്ചുകാരെല്ലാം തുലയട്ടെ. ഇത്രയും പറഞ്ഞിട്ട് അയാൾ വായടച്ചു. പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല. അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോന്നു. മീനയെ കൊണ്ട് അയാളോട് സംസാരിപ്പിച്ചാൽ ചിലപ്പോൾ പ്രയോജനപ്രദമായ വല്ല വിവരവും അയാളിൽ നിന്ന് ചോർത്താൻ കഴിഞ്ഞേക്കും. അത് ശരിയാണെന്ന് ഞാനും സമ്മതിച്ചു. അദ്ദേഹം മീനയെ കാണാൻ പോയി. ആർത്തറും കിൻസിയും കാണാതായ പെട്ടികളുടെ വിവരം തേടിപ്പിടിക്കാൻ പോയിരിക്കുകയാണ്. ഇന്ന് രാത്രി ആലോചനാ യോഗമുണ്ട്. മീനയുടെ ഡയറി. ഒക്ടോബർ 1. എല്ലാവരും എന്നിൽ നിന്ന് കാര്യങ്ങൾ മറച്ചുവെക്കുകയാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇന്നലത്തെ അവരുടെ അനുഭവങ്ങൾ അത്ര നല്ലതായിരിക്കില്ല. പക്ഷേ എന്തായാലും എന്നോട് പറയാമല്ലോ. ജോനാഥൻ പോലും അതേക്കുറിച്ച് ഒരക്ഷരം പോലും എന്നോട് പറഞ്ഞില്ല. ഞാൻ എത്രമാത്രം ആകാംക്ഷഭരിതയാണെന്ന് അദ്ദേഹത്തിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെ വൈകിയാണ് ഞാൻ ഉണർന്നത്. എന്നേക്കാൾ മുൻപ് ഉണർന്ന അദ്ദേഹം എന്നോട് പതിവിലേറെ മധുരതരമായി പെരുമാറി. ഞാൻ ഒന്നും ചോദിക്കാതിരിക്കാനായിരിക്കും ആ അടവ് എന്ന് പോലും എനിക്ക് തോന്നി. സത്യത്തിൽ ഈ ദൗത്യത്തിൽ അവർ എന്നെയും ഒപ്പം കൂട്ടേണ്ടതായിരുന്നു. സ്ത്രീ എന്ന പരിഗണന നൽകി എന്നെ ഒഴിവാക്കിയതിൽ പ്രതിഷേധമുണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് ആഗ്രഹിക്കുന്നതും അതാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പരാതി പറയാത്തത്. പക്ഷേ ഈ ഒഴിവാക്കലല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ജോനാഥൻ ഒരുപക്ഷെ പിന്നീടെല്ലാം എന്നോട് വിസ്തരിച്ച് പറയുമായിരിക്കും. എന്തായാലും ഇന്നത്തെ എൻ്റെ വികാരങ്ങൾ ഞാൻ കുറിച്ചു വയ്ക്കുകയാണ്. കഴിഞ്ഞ രാത്രി എന്നെ ഉറങ്ങാൻ കൽപ്പിച്ചിട്ട് അവർ പോയി. പക്ഷേ എനിക്ക് അല്പം പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പഴയ കാര്യങ്ങൾ ഓർമ്മിച്ച് ഞാൻ അസ്വസ്ഥയായി. ഒരു തരത്തിൽ പറഞ്ഞാൽ ലൂസിയെ ആ ഫിഗറിന് കാഴ്ചവെച്ചത് ഞാനല്ലേ? ഞാൻ വിറ്റ്ബിയിൽ പോയിരുന്നില്ലെങ്കിൽ ഇന്നും ലൂസി ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. പള്ളിമുറ്റത്തേക്ക് പകൽ അവളെ കൂട്ടിക്കൊണ്ടു പോയത് ഞാനാണ്. അതിനു മുൻപ് ഒരിക്കലും അവൾ തനിച്ചവിടെ പോയിരുന്നില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് പകൽ കാറ്റുകൊണ്ടിരിക്കാൻ അവിടെ പോയത്. അങ്ങനെ പകൽ പോയി ശീലിച്ചതുകൊണ്ടാവും രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് അവൾ അങ്ങോട്ട് പോയത്. അങ്ങനെ പോയതുകൊണ്ടാണല്ലോ ആ ഡ്രാക്കുള പിശാചിന് അവളെ വലയിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ ജീവൻ്റെ ജീവനായിരുന്ന കൂട്ടുകാരിക്ക് അപകടം വരുത്തി വെച്ചത് എൻ്റെ നോട്ടക്കുറവാണോ ദൈവമേ? എന്നോട് പൊറുക്കണേ. എനിക്ക് കരച്ചിൽ വരുന്നു. ഇന്ന് എൻ്റെ നേരെ വന്നത് എന്താണ്? എന്തായാലും അക്കാര്യം ഞാൻ ജോനാഥനെ അറിയിക്കുകയില്ല. അദ്ദേഹത്തെ കൂടി വിഷമിപ്പിക്കേണ്ട. ഇപ്പോൾ തന്നെ അവരെല്ലാവരും താങ്ങാവുന്നതിലധികം ഹൃദയഭാരം പേറുന്നുണ്ട്. കഴിഞ്ഞ രാത്രി വാസ്തവത്തിൽ എനിക്കുണ്ടായത് ഭയങ്കരങ്ങളായ അനുഭവങ്ങളായിരുന്നു. ഉറക്കം വരാതെ കിടക്കുമ്പോൾ നായ്ക്കളുടെ ശക്തമായ കുരയും പിന്നീട് ഓരിയിടലും കേട്ടു. ആ സമയം റെൻഫീൽഡിൻ്റെ ശബ്ദവും ഉയർന്നു കേട്ടു. അയാൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ പേടിപ്പിക്കുന്ന നിശബ്ദതയായിരുന്നു. അത് സഹിക്കാനാവാതെ ഞാൻ എഴുന്നേറ്റ് ജനാലയ്ക്കൽ ചെന്ന് പുറത്തേക്ക് നോക്കി. നിലാവും നിഴലും ചേർന്ന് നടത്തുന്ന നിഴൽ നാടകം ഭയാനകമായി തോന്നി. ഒരു ഇലയോ പുൽനാമ്പോ പോലും അനങ്ങുന്നില്ല. വല്ലാത്തൊരു നിശ്ചലത. ഒരു മൂടൽ മഞ്ഞുപാളി പുൽനാമ്പുകൾക്ക് മുകളിലൂടെ എൻ്റെ ജനാലയ്ക്ക് നേരെ ഒഴുകി വരുന്നതായി എനിക്ക് തോന്നി. അത് വെറും മൂടൽമഞ്ഞല്ല, മറിച്ച് അതിന് ജീവനുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഭ്രാന്തമായ ചിന്തകൾക്ക് അടിമയാകുന്നതിൽ സ്വയം ശാസിച്ചുകൊണ്ട് ഞാൻ വീണ്ടും കട്ടിലിൽ വന്ന് കിടന്നു. പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ വീണ്ടും എഴുന്നേറ്റ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. മൂടൽമഞ്ഞ് ഇപ്പോൾ വീടിനെ ആകെ പൊതിഞ്ഞു നിൽക്കുന്നതായി കണ്ടു. ജനാലപ്പാളികളിലും അത് പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്.
ആ സാധു മനുഷ്യൻ റെൻഫീൽഡ് മുമ്പെങ്ങുമില്ലാത്ത വിധം പേടിച്ചരണ്ട് ഉറക്കെ നിലവിളിക്കുകയാണ്. ഇടയ്ക്ക് ദയനീയമായി ആരോടോ എന്തോ പ്രാർത്ഥിക്കുന്നുമുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ഒരു മൽപ്പിടുത്തത്തിൻ്റെ ബഹളം കേട്ടു. കാവൽക്കാർ അയാളെ ബന്ധിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ശരിക്കും പേടിച്ചരണ്ട ഞാൻ കിടക്കയിലേക്ക് കയറി തലവഴി പുതപ്പുകൊണ്ട് മൂടിപ്പൊതിച്ചു കിടന്നു. ശബ്ദം കേൾക്കാതിരിക്കാൻ ഇരു കാതിലും വിരൽ തള്ളിക്കയറ്റി. അങ്ങനെ കിടന്നിട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. പുലരാറായപ്പോഴാവും ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയത്. ആ ഉറക്കം ഉച്ചവരെ നീണ്ടു. ജോനാഥൻ തട്ടി വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത്. ഞാൻ ജോനാഥൻ്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ഓർത്ത് എൻ്റെ മനസ്സ് വല്ലാതെ പിടയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒന്നിനും ശക്തിയില്ലാതായിരിക്കുന്നു. ഉറക്കം വരുന്നത് പോലെ തോന്നുന്നു. തലയിലെന്തോ ഭാരം കയറ്റി വെച്ചതുപോലെ, കൈകാലുകൾക്കും പ്രവർത്തനശക്തി കുറയുന്നത് പോലെ. മനസ്സാകെ അസ്വസ്ഥമായിട്ടും എങ്ങനെയാണെന്നറിയില്ല ഞാൻ ഉറങ്ങിപ്പോയി. വായുവിന് ഭാരം വന്നതുപോലെ ഈർപ്പം മുറ്റിയ തണുത്ത വായു എന്നെ ശ്വാസം മുട്ടിച്ചു. മുഖം മൂടിയിരുന്ന ഷീറ്റ് ഞാൻ വലിച്ചു മാറ്റി. നോക്കുമ്പോൾ ചുറ്റിനും ഒരു മങ്ങൽ ബാധിച്ചിരിക്കുന്നു. ജോനാഥൻ വരുമ്പോൾ വെളിച്ചം കാണാൻ ഞാൻ കത്തിച്ചു വെച്ച ഗ്യാസ് ലൈറ്റ് മൂടൽമഞ്ഞിനിടയിലൂടെ ദുർബലമായി പ്രകാശിക്കുന്നുണ്ട്. മൂടൽമഞ്ഞ് മുറിയിലാകെ നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ കൈകാലുകൾ ചങ്ങലയിട്ടതുപോലെ തോന്നി. ഞാൻ അനങ്ങാതെ അങ്ങനെ കിടന്നു. കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്നിട്ടും ഞാൻ എല്ലാം കാണുന്നത് പോലെ തോന്നി. ഞാൻ സ്വപ്നം കാണുകയാണോ? മുറിയിലെ മൂടൽമഞ്ഞ് പിന്നെയും കനം വയ്ക്കുകയാണ്. വാതിലിൻ്റെ വിടവിലൂടെ ആവി പോലെ അത് ഉള്ളിൽ കിടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു സ്തൂപം പോലെ രൂപം മാറുന്നു. അതിൻ്റെ മുകളിലൂടെ കടന്നു വന്ന വെളിച്ചം 2 ചുവന്ന കണ്ണുകളാണെന്ന് എനിക്ക് തോന്നി. പള്ളിപ്പറമ്പിൽ വെച്ച് ലൂസി കണ്ട അതേ ചുവന്ന കണ്ണുകൾ. ഞാൻ ഭയം കൊണ്ട് വിറച്ചുപോയി. ഇതുപോലെ മഞ്ഞുപാളികളായി വന്ന് കനം വച്ചാണ് ഡ്രാക്കുള കോട്ടയിലെ സ്ത്രീ രക്ഷസുകൾ രൂപം പ്രാപിച്ചതെന്ന് ജോനാഥൻ്റെ ഡയറിയിലുണ്ട്. അതും ഞാൻ ഓർത്തു. എൻ്റെ ബോധം മെല്ലെ മറയുകയാണ്. എൻ്റെ ഓർമ്മയിൽ അവസാനം കണ്ടത് മൂടൽമഞ്ഞിലൂടെ ഒരു വെളുത്ത രൂപം എന്നിലേക്ക് മുഖം താഴ്ത്തുന്നതാണ്. ഇത്തരം സ്വപ്നങ്ങൾ ഉണ്ടാവാതെ നോക്കണം. ഇതിങ്ങനെ തുടർന്നാൽ എൻ്റെ മാനസിക നില തന്നെ തെറ്റിയേക്കും. ഡോക്ടറോടോ പ്രൊഫസറോടോ പറഞ്ഞ് വല്ല ഉറക്കഗുളികയും എഴുതി വാങ്ങണം. സ്വപ്നത്തിൻ്റെ കാര്യമൊന്നും തൽക്കാലം അവരോട് പറയേണ്ട. പറഞ്ഞാൽ അവർ പരിഭ്രമിച്ചാലോ? അത് വേണ്ട. എനിക്ക് നന്നായി ഉറങ്ങിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഒക്ടോബർ 2 രാത്രി 10 മണി. കഴിഞ്ഞ രാത്രി ഞാൻ നന്നായി ഉറങ്ങി. സ്വപ്നങ്ങളൊന്നും കണ്ടില്ല. ജോനാഥൻ രാത്രിയിൽ എപ്പോഴോ വന്നു കിടന്നെങ്കിലും എന്നെ ഉണർത്തിയില്ല. നന്നായി ഉറങ്ങിയെങ്കിലും എനിക്ക് ഉന്മേഷം വീണ്ടെടുക്കാനായിട്ടില്ല. പകൽ കുറേ സമയം വായിച്ചുകൊണ്ടിരുന്നു. ഉച്ച കഴിഞ്ഞ് റെൻഫീൽഡ് എന്നെ കാണണമെന്നാവശ്യപ്പെട്ടു. ഞാൻ അയാളുടെ മുറിയിൽ ചെന്നു. അയാൾ വളരെ സൗമ്യനായി കാണപ്പെട്ടു. കുറച്ച് സമയം സംസാരിച്ചിട്ട് ഞാൻ മടങ്ങുമ്പോൾ അയാൾ എൻ്റെ കൈപ്പത്തിയിൽ ചുംബിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചു. ഇത് എൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. അയാളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനായില്ല. ഈയിടെയായി എന്നിൽ കാണുന്ന ഒരു പ്രശ്നമാണിത്. ഇതും ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതും ജോനാഥനെ അറിയിക്കുന്നില്ല. അറിഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമമാകും. അത്താഴം കഴിക്കാറായപ്പോഴാണ് എല്ലാവരും തിരിച്ചു വന്നത്. വളരെ ക്ഷീണിച്ചാണ് അവർ വന്നു കയറിയത്. അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ ആവുന്നതൊക്കെ ചെയ്തു. അവർക്കത് ഗുണം ചെയ്തോ എന്നറിയില്ല. എനിക്ക് ഗുണമുണ്ടായി. എൻ്റെ ക്ഷീണവും ഉത്സാഹക്കുറവും മാറി. അത്താഴം കഴിഞ്ഞ് എന്നോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് അവർ പുകവലിക്കാൻ വട്ടം കൂടിയിരുന്നു. പുകവലിയുടെ മറവിൽ ഓരോരുത്തരുടെയും പകലനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലക്ഷ്യം. ഡോക്ടർ സെവാൻ എനിക്ക് ഉറങ്ങാനുള്ള മരുന്ന് തന്നിരുന്നു. അത് കഴിച്ചിട്ടാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത്. മരുന്ന് ഫലിച്ചു. എനിക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ജോനാഥൻ്റെ ഡയറി. ഒക്ടോബർ 1 വൈകുന്നേരം ബദ്നാൽ ഗ്രീനിലെ വീട്ടിൽ വെച്ച് തോമസ് സ്റ്റെല്ലിങ്ങിനെ കണ്ടു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, എന്തെങ്കിലും ഓർമ്മിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അയാൾ. കാരണം മദ്യപാനം തന്നെ. അമിതമായി മദ്യപിച്ചത് മൂലം അയാളുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിരുന്നു. അയാളുടെ ഭാര്യ പറഞ്ഞത് സ്മോളറ്റിൻ്റെ ഒരു അസിസ്റ്റൻ്റ് മാത്രമാണ് തോമസ് എന്നാണ്. ഞാൻ നേരെ വാൽവർത്തിലുള്ള സ്മോളറ്റിൻ്റെ വീട്ടിലെത്തി. അയാൾ വളരെ മാന്യനും ബുദ്ധിമാനുമായിരുന്നു. ദൈവവിശ്വാസിയും സത്യസന്ധനുമായ അയാൾക്ക് ആ പെട്ടികളെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ട്. വിവരങ്ങൾ അയാൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. കാർഫാക്സിൽ നിന്നെടുത്ത 6 പെട്ടികൾ 197 ചിക്സാൻ സ്ട്രീറ്റിൽ ഇറക്കി. മറ്റൊരു 6 പെട്ടി ജമൈക്ക ലൈനിൽ ഇറക്കി. ലണ്ടനിൽ പലയിടങ്ങളിലായി വിതരണം ചെയ്യാനാണ് പ്രഭു ഉദ്ദേശിക്കുന്നത്. കാർഫാക്സിൽ നിന്നും മറ്റെവിടേക്കെങ്കിലും പെട്ടികൾ കൊണ്ടുപോയതായി അറിയാമോ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. അരപ്പവൻ്റെ ഒരു നാണയം ഞാൻ അയാൾക്ക് കൊടുത്തു. അത് വാങ്ങിയിട്ട് സന്തോഷത്തോടെ അയാൾ പറഞ്ഞു, സാം എന്നൊരാളുണ്ട്, അയാളോട് ചോദിച്ചാൽ അറിയാൻ കഴിഞ്ഞേക്കും. അയാളെ എവിടെ അന്വേഷിച്ചാൽ കാണാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചു. അതിന് മറുപടിയായി സ്മോളറ്റ് പറഞ്ഞു, അയാളെ കണ്ടുപിടിക്കാൻ താങ്കൾക്ക് എളുപ്പമാവില്ല. താങ്കളുടെ മേൽവിലാസം എനിക്ക് തന്നാൽ ഞാൻ അയാളോട് ചോദിച്ച് പെട്ടി എവിടേക്കാണ് മാറ്റിയതെന്ന വിവരം അറിഞ്ഞ് താങ്കൾക്ക് എഴുതി അയക്കാം.
അതാവും പ്രായോഗികമെന്ന് എനിക്കും തോന്നി. അങ്ങനെ ചെയ്തിട്ട് ഞാൻ മടങ്ങിയെത്തിയപ്പോഴേക്കും മീന ഉറക്കമായിരുന്നു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു വിളർച്ച കാണുന്നുണ്ട്. കൺപീലികൾ കണ്ണുനീർ ഇറ്റ് നിൽക്കും പോലെ. പാവം, അവൾക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. ഈ ഓപ്പറേഷനിൽ നിന്ന് അവളെ ഒഴിവാക്കിയതിലും പുരുഷന്മാരുടെ പ്രവർത്തന വിവരങ്ങൾ അറിയിക്കാത്തതിലും അവൾക്ക് നല്ല പ്രതിഷേധമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഭീകരാനുഭവങ്ങൾ അവൾ അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവൾക്കത് കൂടുതൽ മാനസികാഘാതം ഉണ്ടാക്കും. അതിലും നല്ലത് അവളുടെ പരാതിയും പരിഭവവും അവഗണിക്കുന്നതാവും. എന്തുകൊണ്ടോ അവളും ഇപ്പോൾ എന്നോട് ഒന്നും എടുത്തു ചോദിക്കാറില്ല. ഡ്രാക്കുളയെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാറില്ല. ഒക്ടോബർ 2 വൈകുന്നേരം. രാവിലെ തപാൽ കത്ത് കിട്ടി. മുഷിഞ്ഞ ഒരു കടലാസിൽ പെൻസിൽ കൊണ്ട് എഴുതിയ സാമിൻ്റെ മേൽവിലാസം. പുലർച്ചെ ഞാൻ ഉണരുമ്പോൾ മീന ഉണർന്നിരുന്നില്ല. അവളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. നന്നായി ഉറങ്ങട്ടെ എന്ന് കരുതി ഞാൻ നിശബ്ദം എഴുന്നേറ്റ് പോരുകയായിരുന്നു. മീനയെ എക്സെറ്ററിലേക്ക് തിരിച്ചയക്കണം. അവിടെ അവളുടെ വീട്ടിൽ കഴിയുന്നതാവും നല്ലത്. ഇവിടെ ഇങ്ങനെ തുടരുന്നത് അവളുടെ ആരോഗ്യത്തിന് നല്ലതല്ല. ഡോക്ടർ സെവാർഡിനോട് ഞാൻ പെട്ടികളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു പോവുകയാണെന്ന് മടങ്ങിയെത്തിയിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ പുറപ്പെട്ടു. ഞാൻ വാൽവർത്തിലെത്തി. കുറേയേറെ ബുദ്ധിമുട്ടിയാണ് സ്ഥലം കണ്ടുപിടിച്ചത്. വീട്ടിലെത്തി വാതിൽ മുട്ടി. വാതിൽ തുറന്ന ആളിനോട് സാമിനെക്കുറിച്ച് അന്വേഷിച്ചു. അയാൾ നിഷേധാർത്ഥത്തിൽ തല വെട്ടിച്ചുകൊണ്ട് അങ്ങനെ ഒരാളിനെ അറിയില്ലെന്നും അങ്ങനെ ഒരാൾ അവിടെയെങ്ങും താമസിച്ചിട്ടേയില്ലെന്നും മറുപടി പറഞ്ഞു. ഞാൻ ഒരു നാണയം അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ അയാളുടെ മട്ട് മാറി. അയാൾ കിളി പറയും പോലെ പറഞ്ഞു. സാം ഇന്നലെ രാത്രി വല്ലാതെ മദ്യപിച്ച് കിടന്നുറങ്ങിയെങ്കിലും പുലർച്ചെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് പോപ്പുലാറിലേക്ക് ജോലിക്ക് പോയി. അയാൾ തന്ന അവ്യക്തമായ സൂചനകൾ വെച്ച് ഞാൻ സാമിനെ കണ്ടുപിടിച്ചു. സാമും കൈക്കൂലിക്ക് ഒട്ടും മോശമായിരുന്നില്ല. ഓരോ ചോദ്യത്തിനും ഉത്തരം തരുന്നതിന് പ്രത്യേകം പണം കൊടുക്കണമെന്ന കരാറിലാണ് അയാൾ സംസാരിച്ചത്. കാർഫാക്സിൽ നിന്നും പിക്കാഡില്ലിയിലേക്ക് 9 പെട്ടികളാണ് ഒരു വണ്ടിയിൽ നിന്നും കയറ്റിക്കൊണ്ടു പോയതെന്ന് അയാൾ വ്യക്തമാക്കി. പിക്കാഡില്ലിയിലെ വീടിൻ്റെ നമ്പർ അയാൾ ഓർക്കുന്നില്ല. പക്ഷേ ഒരു പള്ളിയുടെയോ മറ്റോ അടുത്തുള്ള പൊടി പിടിച്ച ഒരു പഴയ കെട്ടിടമാണതെന്ന് അയാൾക്ക് ഓർമ്മയുണ്ട്. ഒഴിഞ്ഞുകിടന്ന വീട് ആരാണ് തുറന്നതെന്ന ചോദ്യത്തിന് സാം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. അവിടെ ഒരാൾ കാത്തു നിന്നിരുന്നു. നല്ല ഉയരമുള്ള മെലിഞ്ഞ ഒരാൾ. അയാൾ വാതിൽ തുറന്നു തന്നു. പിന്നീട് പെട്ടികൾ വണ്ടിയിൽ നിന്ന് ഇറക്കാനും വീട്ടിലേക്ക് കയറ്റാനും മറ്റും അയാൾ ഞങ്ങളെ സഹായിച്ചു. ഹോ, ആ മനുഷ്യന് അപാര ശക്തിയായിരുന്നു. ഒരു കൈകൊണ്ട് അയാൾ അത്രയും ഭാരമുള്ള പെട്ടിയുടെ ഒരു വശം ഉയർത്തുമ്പോൾ ഞങ്ങൾ 2 പേർ ചേർന്നാണ് മറുവശം ഉയർത്തുന്നത്. അതുപോലെ മറ്റൊരത്ഭുതം, അയാൾക്ക് നിഴലില്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടി. ഊഹിച്ചതുപോലെ ഡ്രാക്കുള തന്നെയാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത്. കാർഫാക്സിൽ നിന്ന് കയറ്റിയതും പിക്കാഡില്ലിയിൽ ഇറക്കിയതുമൊക്കെ അയാളുടെ മേൽനോട്ടത്തിൽ തന്നെയായിരുന്നു. പിക്കാഡില്ലിയിലെ വീടിൻ്റെ നമ്പർ ഓർത്തെടുക്കാൻ ഞാൻ സാമിനെ പ്രേരിപ്പിച്ചെങ്കിലും അയാൾക്കതിന് കഴിഞ്ഞില്ല. ഞാൻ നന്നായി മദ്യപിച്ചിരുന്നു. നമ്പറില്ലാതെ തന്നെ നിങ്ങൾക്ക് വീട് കണ്ടുപിടിക്കാൻ വിഷമം വരില്ല. കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച വളരെ ഉയരമുള്ള കെട്ടിടമാണത്. അതിൻ്റെ മുന്നിൽ വില്ലിൻ്റെ മാതൃക കൊത്തിവെച്ചിട്ടുണ്ട്. 3 നടകൾ കയറിയാണ് ഞങ്ങൾ 3 പണിക്കാർ ആ ഭാരമേറിയ പെട്ടികൾ ചുമന്ന് കയറ്റിയത്. ഒടുവിൽ കൂലിക്ക് പേശിയ പണിക്കാരനോട് അയാൾ ക്ഷോഭിച്ചു. അവരുടെ കഴുത്തിന് പിടിച്ച് തൂക്കി എറിയാൻ ഭാവിക്കുന്നത് കണ്ട് ഞാൻ പേടിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സാമിനോട് യാത്ര പറഞ്ഞ് ഞാൻ പിക്കാഡില്ലിയിലേക്ക് തിരിച്ചു. പ്രഭു നേരിട്ടാണ് പെട്ടികൾ കൈകാര്യം ചെയ്തതെന്നറിഞ്ഞ സ്ഥിതിക്ക് സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നി. ഇതിനകം തന്നെ തൻ്റെ ലക്ഷ്യങ്ങൾ പലതും നേടിയിട്ടുണ്ടാകും. പിക്കാഡില്ലിയിൽ വണ്ടി ഇറങ്ങിയ ഞാൻ നേരെ പടിഞ്ഞാട്ട് നടന്നു. അധികം നടക്കും മുൻപ് തന്നെ ഞാൻ ആ വീട് കണ്ടെത്തി. സാം പറഞ്ഞിരുന്ന ലക്ഷണങ്ങൾ കൃത്യം. വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ആൾതാമസമില്ലെന്ന് ഒറ്റനോട്ടത്തിൽ അറിയാം. പൊടി പിടിച്ച ആ വീടിൻ്റെ ജനാലകൾ തുറന്നു കിടക്കുകയായിരുന്നു. കാലപ്പഴക്കം കൊണ്ട് പെയിൻ്റ് ഇളകി തുരുമ്പ് പിടിച്ചവയായിരുന്നു ജനാലപ്പാളികളും മറ്റും. ഞാൻ ആ വീടിനു ചുറ്റും നടന്നു നോക്കി. പിന്നീട് വഴിയിൽ കണ്ട പലരോടും അതാരുടെ വീടാണെന്നും ആരെങ്കിലും താമസമുള്ളതായി അറിയാമോ എന്നും അന്വേഷിച്ചു. ഒരാൾ പറഞ്ഞു, ഈ അടുത്ത കാലത്ത് ആ വീട് ആരോ വാടകയ്ക്ക് എടുത്തതായി പറഞ്ഞു കേട്ടു. കുറച്ചു കാലം മുൻപ് വരെ അവിടെ വിൽപ്പനയ്ക്ക് എന്നൊരു ബോർഡുണ്ടായിരുന്നു. ആ ബോർഡിൽ മൈക്കൽ സൺസ് ആൻഡ് കാൻഡി എന്നാണ് എഴുതി കണ്ടിരുന്നതെന്നും അയാൾ പറഞ്ഞു. ഞാൻ ആ വിലാസം അന്വേഷിച്ച് നടന്നു. സന്ധ്യയോടെ സാക്വില്ല തെരുവിലുള്ള ആ ഓഫീസ് കണ്ടുപിടിച്ചു. അവിടെ കണ്ട മനുഷ്യൻ വളരെ മാന്യമായി പെരുമാറി. പക്ഷേ സംസാരം വളരെ പിശുക്കി മാത്രം. ആ വീടിനെക്കുറിച്ച് അയാൾ മാളിക എന്നാണ് വിശേഷിപ്പിച്ചത്. അത് വിറ്റുപോയി എന്നും പറഞ്ഞു. ആരാണത് വാങ്ങിയതെന്ന ചോദ്യം പലതവണ ആവർത്തിച്ചെങ്കിലും അത് വിറ്റുപോയി എന്നു മാത്രമാണ് അയാൾ ആവർത്തിച്ചത്. തുടർന്ന് ഇത്രയും കൂടി പറഞ്ഞു, മൈക്കൽ സൺസ് ആൻഡ് കാൻഡി എന്ന ഈ കമ്പനി ഒരിക്കലും ഇടപാടുകാരുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് നിഷ്ഠയുള്ള കൂട്ടത്തിലാണ്. സോറി. ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു,
ഞാനും താങ്കളുടെ കമ്പനിയെപ്പോലെ ഇത്തരം ഇടപാടുകളിൽ വ്യാപരിക്കുന്ന ഒരു കമ്പനിയുടെ ജോലിക്കാരനാണ്. ആർത്തർ പ്രഭു ഈ വീട് വാങ്ങാൻ താൽപ്പര്യമെടുത്ത് ഞങ്ങളെ സമീപിച്ചത് കൊണ്ടാണ് വിവരം അറിയാൻ ഞാൻ എത്തിയത്. ആർത്തർ പ്രഭുവോ? അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടയാളാണ്. മുൻപ് അദ്ദേഹം കുറേക്കാലം ആ വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് വിൽപ്പന വിവരം നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ വിലാസം തന്നാൽ അദ്ദേഹത്തിന് നേരിട്ട് ആ വിവരങ്ങൾ എഴുതി അയച്ചുകൊള്ളാം. ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് ബോധ്യമായപ്പോൾ ഞാൻ ഡോക്ടർ വാട്സൻ്റെ വിലാസം ആർത്തർ പ്രഭുവിൻ്റെ വിലാസമായി എഴുതി കൊടുത്തിട്ട് മടങ്ങിപ്പോന്നു. രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ മീന എന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വളരെയധികം ക്ഷീണമുണ്ടെങ്കിലും അത് എന്നിൽ നിന്നും മറച്ചു പിടിക്കാനും താൻ ഉത്സാഹവതിയാണെന്ന് അഭിനയിക്കാനും അവൾ ശ്രമിച്ചു. പതിവിലധികം അരുമയോടെ അവൾ എന്നോട് പെരുമാറി. എന്നോട് ഒട്ടിച്ചേർന്നിരുന്നു. അത്താഴം കഴിഞ്ഞുള്ള മീറ്റിങ്ങിൻ്റെ സമയമായപ്പോൾ മീനയെ ഉറങ്ങാൻ വിട്ടിട്ട് ഞാൻ താഴെയുള്ള സമ്മേളന മുറിയിലേക്ക് ചെന്നു. അവിടെ മറ്റുള്ളവരെല്ലാം സന്നിഹിതരായിരുന്നു. അന്നത്തെ എൻ്റെ അന്വേഷണങ്ങളുടെ വിവരങ്ങൾ ഞാൻ കുറിച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ചു കേൾപ്പിച്ചപ്പോൾ എല്ലാവർക്കും വേഗം കാര്യങ്ങൾ മനസ്സിലായി. പ്രൊഫസർ എന്നോട് പറഞ്ഞു, മിസ്റ്റർ ജോനാഥൻ ഹാക്കർ, താങ്കളുടെ ഇന്നത്തെ പ്രവർത്തനം ഗംഭീരമായി. നമ്മുടെ അടുത്ത വീട്ടിൽ നിന്നും കുറവ് വന്നിട്ടുള്ള പെട്ടികളെല്ലാം അവിടെ ഉണ്ടെങ്കിൽ പകുതി ജോലി കഴിഞ്ഞു. അഥവാ ഇല്ലെങ്കിൽ വീണ്ടും തിരച്ചിൽ നടത്തേണ്ടി വരും. പെട്ടികളുടെ എണ്ണം കൃത്യമായാൽ നമുക്ക് ആ രക്തരക്ഷസിനെതിരെയുള്ള വേട്ട തുടങ്ങാം. പക്ഷേ നമ്മൾ എങ്ങനെ ആ വീടിനുള്ളിൽ കടക്കും? കിൻസി മോറിസ് ചോദിച്ചു. പൂട്ട് പൊളിച്ച് കയറണം. അതല്ലേ നമ്മൾ ഇവിടെ ചെയ്തത്? ആർത്തർ മറുപടി പറഞ്ഞു. ഈ രാത്രി ഞങ്ങൾക്കൊന്നും ക്രിയാത്മകമായി ചെയ്യാനില്ല. മൈക്കേലിൽ നിന്നും ആർത്തറിന് വല്ല വിവരവും കിട്ടുന്നതുവരെ കാത്തിരിക്കുകയേ വഴിയുള്ളൂ. നല്ല ഉറക്കം വരുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞു പിരിഞ്ഞു. ഞാൻ മുറിയിലെത്തുമ്പോൾ മീന ശാന്തമായി ഉറങ്ങുകയാണ്. രാവിലെ കണ്ടത്ര ക്ഷീണം ഇപ്പോൾ അവളുടെ മുഖത്തില്ല. എങ്കിലും നെറ്റിയിൽ ചുളിവുകൾ കാണാം. ഉറക്കത്തിലും അവൾ എന്തൊക്കെയോ ചിന്തിക്കുന്നത് പോലെ. ഈ രാത്രി കൂടി പോകട്ടെ. നാളെ അവൾ എക്സറ്ററിലെ അവളുടെ വീട്ടിലെത്തുമ്പോൾ കുറെ കൂടി ഉത്സാഹവതിയാകും. അവളെ ഉണർത്താതെ ഞാൻ അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. നല്ല ഉറക്കം വരുന്നു. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഒക്ടോബർ 1. റെൻഫീൽഡ് എന്നെ കൂടുതൽ ആകർഷിക്കുന്നു. ഇപ്പോൾ അയാളിൽ അനുനിമിഷമെന്നോണം മാറ്റങ്ങൾ പ്രത്യക്ഷമാകുന്നു. അല്പനേരം സ്വസ്ഥനാണെങ്കിൽ അടുത്ത നിമിഷം അസ്വസ്ഥനാകും. പ്രൊഫസറോട് വളരെ പരുക്കനായി പെരുമാറിയതിനു ശേഷം പെട്ടെന്ന് അയാൾ ശാന്തനായി. അയാൾ മറ്റുള്ളവരിൽ നിന്നും വളരെ ഉയർന്ന തലത്തിലാണെന്ന മട്ടിലാണ് പെരുമാറ്റം. ഒരുതരം പുച്ഛഭാവം. ഞാൻ കയറി ചെന്നപ്പോഴും ഒരുതരം അവഗണന നിറഞ്ഞ പെരുമാറ്റമായിരുന്നു. ഏതായാലും അയാളെക്കൊണ്ട് സംസാരിപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കരുതി ഞാൻ ചോദിച്ചു, താങ്കളിപ്പോൾ ഈച്ചകളെ അധികം ശ്രദ്ധിക്കാറില്ലെന്ന് തോന്നുന്നു. അതെന്താ? ഡോക്ടർ, ഈച്ചകളുടെ ചിറകുകൾക്ക് അവയുടെ മനസ്സുമായി ബന്ധമുണ്ട്. മനസ്സെത്തുന്നിടത്ത് അവർ പറന്നെത്തും. ആത്മാക്കൾ പൂമ്പാറ്റകളായി മാറുന്നുണ്ട് എന്ന് പറയാറില്ലേ? ഓഹോ, അപ്പോൾ താങ്കളിപ്പോൾ ആത്മാക്കളെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ വ്യാപൃതനാണ് അല്ലേ? പെട്ടെന്ന് അയാളുടെ ശാന്തഭാവം മാറി. പഴയ ഭ്രാന്തിലേക്ക് കുതിക്കുന്നത് പോലെ തോന്നി. കലാപകാരിയായി മാറുമെന്ന് തോന്നിയെങ്കിലും പെട്ടെന്ന് അയാൾ സ്വയം നിയന്ത്രിച്ചു. എനിക്കൊരാത്മാവിനെയും പഠിക്കണ്ട. എനിക്ക് സ്വസ്ഥമായി ജീവിച്ചാൽ മാത്രം മതി. ആ മറുപടിയിൽ തൃപ്തനാകാതെ ഞാൻ വീണ്ടും അയാളോട് ആത്മാക്കളെക്കുറിച്ച് തിരിച്ചും മറിച്ചും സംസാരിച്ചു. താൻ ദൈവം തന്നെയാണെന്ന മട്ടിൽ പെരുമാറുന്ന അയാളെ പ്രകോപിപ്പിക്കാനും ഞാൻ ശ്രമിച്ചു. ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, താങ്കൾ ഈച്ചകളെയും എട്ടുകാലികളെയും കുരുവിയെയും പൂച്ചയെയും ഒക്കെ കൊല്ലുകയും തിന്നുകയും ചെയ്തതല്ലേ? താങ്കളുടെ മരണാനന്തരം താങ്കൾ അവയുടെ ആത്മാക്കളോട് സമാധാനം പറയേണ്ടി വരും. അയാൾ അതേക്കുറിച്ച് ആലോചിച്ചെന്നോണം അല്പനേരം ചിന്താവിഷ്ടനായിരുന്നു. പിന്നീട് താനിനി ഒരിക്കലും ചെറുജീവികളെ കൊല്ലുകയില്ലെന്ന് പറഞ്ഞു. പിന്നീട് അയാൾ മോചനം വേണമെന്ന പഴയ പല്ലവി ആവർത്തിച്ചു. ഡോക്ടർ, ദയവായി എന്നെ സ്വതന്ത്രനാക്കൂ. ഞാനൊരു കുഴപ്പവും ഉണ്ടാകാതെ സ്വസ്ഥമായി ജീവിച്ചുകൊള്ളാം. ആത്മാവിൻ്റെ ഭാരം പേറുന്നതിനെ അയാൾ വെറുക്കുന്നു. ഒരു നല്ല മനുഷ്യജീവിതമാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ആരോ അയാൾക്ക് അങ്ങനെ ഒരു ജീവിതം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആര്? കരുണാമയനായ ദൈവമേ, ഇയാളെയും ആ പ്രഭു വൈദിയിലാക്കിയോ? എന്തായാലും റെൻഫീൽഡ് എൻ്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നതിന് പിന്നിൽ നിഷ്കളങ്കമല്ലാത്ത എന്തോ ലക്ഷ്യമുണ്ട്. പിന്നീട് റെൻഫീൽഡുമായി നടന്ന സംസാരത്തെക്കുറിച്ച് ഞാൻ പ്രൊഫസറോട് സംസാരിച്ചു. അത് കേട്ടപ്പോൾ അയാളെ നേരിൽ കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും കൂടി വീണ്ടും റെൻഫീൽഡിൻ്റെ മുറിയിലെത്തി. ഞങ്ങൾ ചെല്ലുമ്പോൾ അയാൾ അതിയായ ആഹ്ലാദത്തോടെ പാട്ട് പാടുകയായിരുന്നു. ഞങ്ങളെ കണ്ടതായി പോലും ഭാവിച്ചില്ല. ഉത്സാഹത്തോടെ പാട്ട് തുടരുകയും ചെയ്തു. മുറിയിലാകെ പഞ്ചസാര വിതറിയിരിക്കുന്നതും ഞങ്ങൾ ശ്രദ്ധിച്ചു. അതിനർത്ഥം അയാൾ വീണ്ടും ഈച്ചപിടുത്തം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്നാണല്ലോ. അയാളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ ഞങ്ങൾക്ക് ഈച്ചയുടെ പരിഗണന പോലും തന്നില്ല. പ്രൊഫസറും ഞാനും മടങ്ങിയത് പക്ഷേ നിരാശയോടെ ആയിരുന്നില്ല, പ്രതീക്ഷയോടെ തന്നെയായിരുന്നു. അതിവിചിത്രമാണ് ഈ മനുഷ്യൻ്റെ പ്രകൃതവും പ്രവൃത്തികളും. ഇന്ന് രാത്രി ഇയാളെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയമാക്കണമെന്നും ഞാനും പ്രൊഫസറും തീരുമാനിച്ചു.
മൈക്കേൽ സൺസ് ആൻഡ് കാൻഡിയുടെ ആർത്തർ പ്രഭുവിനുള്ള കത്ത്. ഒക്ടോബർ 1. പ്രിയ പ്രഭു, താങ്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. മിസ്റ്റർ ജോനാഥൻ ഹാക്കർ മുഖേന താങ്കൾ പിക്കാഡല്ലിയിലെ 347 നമ്പർ വീടിൻ്റെ വിൽപ്പന വിവരങ്ങൾ അറിയാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചുവല്ലോ. അതെങ്ങനെയാണ്? വീടും പറമ്പും പരേതനായ ആർച്ചിബാൾഡ് വിൻ്റർ സഫീൽഡിൻ്റെ വകയാണ്. ഇപ്പോൾ അത് വാങ്ങിച്ചത് ഡിവില്ല പ്രഭു എന്ന ഒരു വിദേശിയാണ്. അദ്ദേഹം നേരിട്ടാണ് കച്ചവടം ഉറപ്പിച്ചത്. തുക രൊക്കം പണമായി തരികയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. താങ്കളുടെ വിനീത വിധേയൻ, മൈക്കേൽ സൺസ് ആൻഡ് കാൻഡി കമ്പനി. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഒക്ടോബർ 2. കഴിഞ്ഞ രാത്രി റെൻഫീൽഡിൻ്റെ മുറിയുടെ മുന്നിൽ ഞാൻ ഒരാളെ കാവൽ നിർത്തി. റെൻഫീൽഡിൻ്റെ മുറിയിൽ നിന്ന് അസാധാരണമായ ശബ്ദമോ മറ്റോ കേട്ടാൽ ഉടൻ എന്നെ വിവരം അറിയിക്കാൻ ഞാൻ കാവൽക്കാരനെ ചുമതലപ്പെടുത്തി. അത്താഴം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പതിവ് പോലെ പഠനമുറിയിൽ ഒത്തുചേർന്നു. മീന ഉറങ്ങാൻ പോയ ശേഷം ഞങ്ങൾ ഓരോരുത്തരും സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചു. അതിൽ പ്രധാനപ്പെട്ടത് ജോനാഥൻ നൽകിയ വിവരങ്ങളായിരുന്നു. അതിൻ്റെ തുമ്പ് പിടിച്ച് തുടരന്വേഷണങ്ങൾ നടത്താം. ഉറങ്ങാൻ പോകും മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി റെൻഫീൽഡിൻ്റെ മുറിയുടെ മുന്നിലെത്തി. അയാൾ ഗാഠനിദ്രയിലാണ്. ഞാൻ മടങ്ങി വന്ന് ഉറങ്ങാൻ കിടന്നു. രാവിലെ കാവൽക്കാരൻ വന്ന് പറഞ്ഞു, രാത്രി കുറെ ചെന്നപ്പോൾ അയാൾ ഉണർന്നെന്നും ഉറക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടുവെന്നും. ജോനാഥൻ ഇന്നലെ കിട്ടിയ തുമ്പ് പിടിച്ച് വസ്തു ഇടപാടിനെക്കുറിച്ചും മറ്റുമുള്ള കൂടുതൽ വിവരങ്ങൾ തേടി പോയിരിക്കുകയാണ്. ആർത്തറും ക്വിൻസിയും കുതിരകളെ പരിപാലിക്കുന്ന ജോലിയിലാണ്. ആർത്തറിൻ്റെ അഭിപ്രായത്തിൽ കുതിരകളെ സദാ സജ്ജമാക്കി നിർത്തണം. എപ്പോഴാണ് അവയുടെ ഉപയോഗം വരിക എന്നറിയില്ല. പ്രഭുവിൻ്റെ പെട്ടികളിലെ മണ്ണ് മുഴുവൻ പകൽ സമയത്ത് നിഷ്ഫലമാക്കണം. ഒടുവിൽ ആ ദുഷ്ടപിശാചിന് ഇരിപ്പിടം നഷ്ടപ്പെട്ട് തികച്ചും ദുർബലനാകുമ്പോൾ വേണം നേരിട്ട് ഏറ്റുമുട്ടി നശിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ. ഇത്തരം ദുഷ്ടശക്തികൾക്കെതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന ചില പൗരാണിക മരുന്നുകളുണ്ടത്രേ. അവ തേടിപ്പിടിക്കാൻ പോയിരിക്കുകയാണ് പ്രൊഫസർ മാൻ ഹെൽസിംഗ്. ചിലപ്പോൾ എനിക്ക് തോന്നും ഞങ്ങളൊക്കെ പമ്പര വിഡ്ഢികളും തലയ്ക്ക് ഓളം തട്ടിയവരുമാണോ എന്ന്. യുക്തിയുമായി ഒരു പൊരുത്തവുമില്ലാത്ത എന്തൊക്കെയോ ചിന്തിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തുകയാണോ ഞങ്ങൾ? പിന്നെ തോന്നും, അല്ല, ഞങ്ങൾ ചെയ്യുന്നത് യുക്തിരഹിതമാണെങ്കിൽ തന്നെ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യകുലത്തിനും ഉപകാരമാകുന്ന വലിയൊരു കാര്യമാണെന്ന്. ആ ദുഷ്ടപ്രഭുവിനെ നശിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിക്കും. റെൻഫീൽഡിൻ്റെ ഭാവമാറ്റങ്ങൾക്ക് പ്രഭുവിൻ്റെ സ്വാധീനമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രഭുവിനെ ഞങ്ങൾ ഉന്മൂലനാശം വരുത്തിയാൽ ഇയാൾ എങ്ങനെയാവും പ്രതികരിക്കുക? ഇപ്പോൾ അയാൾ ശാന്തനാണ്. പക്ഷേ വീണ്ടും പഴയപടി ഈച്ചപിടുത്തവും മറ്റും ആരംഭിച്ച സ്ഥിതിക്ക് ഏതു നിമിഷവും അയാളിൽ വലിയ മാറ്റമുണ്ടായേക്കാം. ഇങ്ങനെ ചിന്തിക്കുന്നതിനിടയിൽ റെൻഫീൽഡിൻ്റെ അലർച്ച കേട്ടു. കാവൽക്കാരൻ ഓടി വന്ന് പറഞ്ഞു അയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അയാൾ മുറിയിൽ മുഖം മടിച്ച് കമിഴ്ന്ന് വീണ് കിടക്കുകയായിരുന്നു. അധ്യായം 15. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഒക്ടോബർ 3. റെൻഫീൽഡ് മുഖമടിച്ച് കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. ഞാൻ അയാളെ മലർത്തി കിടത്തി. അയാളുടെ മുഖമാകെ ചതഞ്ഞ് ചോര ഒഴുകുന്നു. എന്നോടൊപ്പം വന്ന ജോലിക്കാരൻ പറഞ്ഞു, ഡോക്ടർ, അയാളുടെ വലതുവശം തളർന്നിരിക്കുന്നു. കൈകാലുകൾ ചലനമറ്റ നിലയിലാണ്. മുഖത്തിനും കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അത് ശരിയായിരുന്നു. അയാളുടെ നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് വലതുവശം പ്രവർത്തനരഹിതമായത്. നട്ടെല്ല് പൊട്ടണമെങ്കിൽ മലർന്നാവണം വീണത്. അപ്പോൾ പിന്നെ മുഖം ചതഞ്ഞ് ചോര ഒലിക്കാൻ എന്താണ് കാരണം? ജോലിക്കാരനോട് പ്രൊഫസറെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞയച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം പ്രൊഫസർ ഓടിയെത്തി. അദ്ദേഹം റെൻഫീൽഡിൻ്റെ കിടപ്പ് കണ്ടിട്ട് വിഷാദമഗ്നനായി. എൻ്റെ മുഖത്ത് നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി മനസ്സ് വായിക്കുകയാണെന്ന് തോന്നി. അല്പം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, കഷ്ടമായിപ്പോയി. ആ പാവത്തിന് നല്ല പരിക്കുണ്ട്. നമുക്ക് അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. ഞാനും താങ്കളോടൊപ്പം കൂടാം. ഈ വേഷമൊന്ന് മാറ്റിയിട്ട് ഉടൻ തന്നെ മടങ്ങിയെത്താം. പ്രൊഫസർ തൻ്റെ മുറിയിലേക്ക് ധൃതിയിൽ പോയി. റെൻഫീൽഡ് ശ്വാസം കഴിക്കുന്നത് ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നത് പോലെ വലിയ ശബ്ദത്തിലായിരുന്നു. മിനിറ്റുകൾക്കകം പ്രൊഫസർ മടങ്ങി വന്നു. അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നിറച്ച ഒരു പെട്ടിയുമായാണ് വന്നത്. ഇപ്പോൾ അദ്ദേഹം വളരെ ഉന്മേഷത്തിലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ കാവൽക്കാരനെ പറഞ്ഞു വിട്ടേക്കുക. ഇവിടെ നാം മാത്രം മതി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അയാൾക്ക് ബോധം വീഴുമ്പോൾ മറ്റാരും ഇവിടെ ഉണ്ടാവരുത്. കാവൽക്കാരനെ പറഞ്ഞയച്ചിട്ട് ഞാൻ റെൻഫീൽഡിനെ പരിശോധിച്ചു. മുഖത്തെ മുറിവുകൾ അത്ര ഗുരുതരമല്ല. പക്ഷേ തലയോട്ടി തകർന്ന് തലച്ചോറിന് ക്ഷതം പറ്റിയിട്ടുണ്ട്. കാര്യം മനസ്സിലാക്കിയ പ്രൊഫസർ എന്നോട് പറഞ്ഞു, അയാളുടെ ബോധം വീണ്ടെടുക്കണം. തലച്ചോറിൽ കട്ട പിടിച്ച് കിടക്കുന്ന രക്തം മാറ്റിയാലേ ബോധം തിരിച്ചു വരൂ. അതിന് വേണ്ടത് ചെയ്യണം ഡോക്ടർ. ഈ സമയം വാതിൽ തട്ടുന്നത് കേട്ട് ഞാൻ വാതിൽ തുറന്നു. ആർത്തറും ക്വിൻസിയും വിവരമറിഞ്ഞ് വന്നതാണ്. അവരെ ഞാൻ അകത്തേക്ക് ക്ഷണിച്ചു. റെൻഫീൽഡിൻ്റെ അവസ്ഥ കണ്ട് അമ്പരന്ന് നിന്ന അവരോട് ഞാൻ കാര്യം വിശദീകരിച്ചു.
തുടർന്ന് അയാളുടെ തലച്ചോറിലെ കട്ട പിടിച്ച രക്തം നീക്കി ശസ്ത്രക്രിയ പൂർത്തിയാക്കി. ഇനി ചിലപ്പോൾ അയാൾക്ക് ബോധം വീണ്ടും കിട്ടിയേക്കും. അതും പ്രതീക്ഷിച്ച് ഞാനും പ്രൊഫസറും മറ്റു രണ്ടുപേരും ആകാംക്ഷയോടെ കാത്തിരുന്നു. ബോധം വീഴുമ്പോൾ അയാൾ എന്താവും സംസാരിക്കുക എന്ന ആശങ്കയിലായിരുന്നു ഞങ്ങളെല്ലാവരും. വളരെ നേരം ഞങ്ങൾ ആ കാത്തിരിപ്പ് തുടർന്നു. വളരെയേറെ സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ട് അയാൾ ബോധം വീണ്ടെടുത്തു. ചുണ്ടുകൾ മെല്ലെ അനങ്ങുവാൻ തുടങ്ങി. അയാൾ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും നിശബ്ദരായി കാതുകൂർപ്പിച്ചു ശ്രദ്ധിച്ചു. അയാൾ വളരെ ക്ലേശപൂർവ്വം സംസാരിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു വലിയ ദുസ്വപ്നം കണ്ടു. അതിൻ്റെ ഫലമാണിതൊക്കെ. എൻ്റെ ദേഹത്ത് ചങ്ങലകൾ അഴിച്ചു മാറ്റൂ ഡോക്ടർ. എൻ്റെ മുഖത്തിന് എന്തു പറ്റി? വല്ലാതെ വീങ്ങിയിരിക്കുന്നല്ലോ. നല്ല വേദനയുമുണ്ട്. ഇത്രയും പറഞ്ഞ് അയാൾ നിശബ്ദനായി. പ്രൊഫസർ അയാളോട് ചേർന്ന് നിന്ന് ദയാപൂർവം പറഞ്ഞു, മിസ്റ്റർ റെൻഫീൽഡ്, താങ്കൾ പറഞ്ഞതുപോലെ താങ്കൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. താങ്കൾ കണ്ട ആ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞാൽ കൂടുതൽ ഫലപ്രദമായ ചികിത്സ നൽകാൻ കഴിയും. പെട്ടെന്ന് റെൻഫീൽഡ് താൽപ്പര്യപൂർവ്വം പറഞ്ഞു, പ്രൊഫസർ വാൻ ഹെൽസിംഗ് അല്ലേ അത്? താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നോ? അത് നന്നായി. ഞാൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് വിശദമായി പറയാൻ ശ്രമിക്കാം. അതിനു മുൻപ് എനിക്കല്പം വെള്ളം തരൂ. ചുണ്ടുകൾ ഉണങ്ങി വരണ്ടിരിക്കുന്നു. വെള്ളം തരൂ. അത്രയും പറഞ്ഞതും അയാൾക്ക് വീണ്ടും ബോധക്ഷയമുണ്ടായി. ഞാൻ ക്വിൻസിയോട് എൻ്റെ മുറിയിൽ നിന്ന് ബ്രാൻഡി കുപ്പിയും വെള്ളവും എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ക്വിൻസി നിമിഷങ്ങൾക്കകം ബ്രാൻഡിയും വെള്ളവുമായി വന്നു. അല്പം വെള്ളം ചുണ്ടിലൊഴിച്ചപ്പോൾ ചുണ്ടുകൾ വിടർന്നു. ആ വിടവിലൂടെ ബ്രാൻഡി ഒഴിച്ചു കൊടുത്തു. അത് ഉള്ളിലെത്തിയ ഉടൻ അയാൾ വീണ്ടും കണ്ണുകൾ തുറന്നു. അയാൾ എന്നെ തുറിച്ചു നോക്കി. ആ നോട്ടം എനിക്കൊരിക്കലും മറക്കാനാവില്ല. പിന്നീട് അയാൾ പറഞ്ഞു തുടങ്ങി, ഡോക്ടർ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറിയാൽ ഏതാനും നിമിഷങ്ങൾ കൂടിയേ എനിക്ക് ആയുസുള്ളൂ. കുറച്ച് ബ്രാൻഡി കൂടി എനിക്ക് ഒഴിച്ചു തരൂ. ഞാൻ വേഗം അയാളുടെ വായിലേക്ക് കുറച്ച് ബ്രാൻഡി കൂടി ഒഴിച്ചു കൊടുത്തു. അത് അകത്ത് ചെന്നപ്പോൾ ഊർജ്ജസ്വലനായി അയാൾ തുടർന്നു, എന്തിന് ഞാനിനി എന്നെ വഞ്ചിക്കണം? അതൊരു സ്വപ്നമായിരുന്നില്ല, യാഥാർത്ഥ്യമായിരുന്നു. എന്നെ സ്വതന്ത്രനാക്കണമെന്ന് ഞാൻ യാചിച്ച ആ രാത്രി അങ്ങ് ഓർക്കുന്നില്ലേ? അന്ന് എനിക്ക് തുറന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. എൻ്റെ നാവിനെ ആരോ ബന്ധിച്ചിരിക്കുന്നത് പോലെയായിരുന്നു അവസ്ഥ. ഇന്നത്തെ പോലെ അന്ന് ഞാൻ സ്ഥിതപ്രജ്ഞൻ തന്നെയായിരുന്നു. എൻ്റെ യാചന നിരാകരിച്ച് താങ്കൾ മടങ്ങിപ്പോയതിനു ശേഷം ഞാൻ ഏറെ നിരാശയിലും വേദനയിലുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാസ്ഥ്യം വീണ്ടു കിട്ടി. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് നായ്ക്കൾ കുരയ്ക്കുന്നത് ഞാൻ കേട്ടു. എന്നാൽ അവൻ ഉള്ളിടത്തായിരുന്നില്ല അത്. അവൻ വരുന്നത് മൂടൽമഞ്ഞിൻ്റെ അകമ്പടിയോടെയാണ്. പ്രേതമായിട്ടല്ല, മനുഷ്യരൂപത്തിലാണ് അവൻ വന്നത്. അവൻ്റെ കണ്ണുകൾ കോപം കണ്ടെന്നോണം ജ്വലിച്ചിരുന്നു. അവൻ്റെ വായിൽ നിന്ന് കവിളിലേക്ക് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൻ്റെ വെളുത്ത നീണ്ടു കൂർത്ത പല്ലുകൾ നിലാവെളിച്ചത്തിൽ വ്യക്തമായി ഞാൻ കണ്ടു. അവൻ അകത്ത് വരാൻ ആഗ്രഹിച്ചെങ്കിലും ആദ്യം ഞാൻ അവനെ ക്ഷണിച്ചില്ല. തുടർന്ന് അവൻ എന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ട്. എങ്ങനെ? പ്രൊഫസർ ആകാംക്ഷാഭരിതനായി ചോദിച്ചു. ആദ്യം അവൻ എനിക്ക് ധാരാളം ഈച്ചകളെ അയച്ചു തന്നു. വെറും ഈച്ചകളല്ല, തടിച്ചു കൊഴുത്ത ഈച്ചകൾ. ഇന്ദ്രനീലം പോലെ ഭംഗിയാർന്ന ചിറകുള്ള ഈച്ചകൾ. ഈച്ചകളെ അയച്ചത് പകൽ സമയത്താണെങ്കിൽ രാത്രിയിൽ അവൻ അയച്ചു തന്നത് കൊഴുകൊഴുത്ത പാറ്റകളെയായിരുന്നു. തലയോടും വാരിയെല്ലുകളുമുള്ള അപൂർവ ഇനം പാറ്റകൾ. അയാൾ ഒന്ന് നിർത്തി. അല്പം ബ്രാൻഡി കൂടി ഞാൻ അയാൾക്ക് ഒഴിച്ചു കൊടുത്തു. റെൻഫീൽഡ് തുടർന്നു, പിന്നീട് അവൻ അയച്ചത് എലികളെയാണ്. 100ഉം 1000ഉം ലക്ഷവുമല്ല, ശതകോടിക്കണക്കിന് എലികൾ. അവയെ പിടിക്കാനായി പൂച്ചകളെയും നായ്ക്കളെയും പിന്നാലെ വിട്ടു. എങ്ങും ചോര, ജീവൻ്റെ നൃത്തം, ചോരപ്പുഴകൾ. അവൻ എന്നെ കൈമാടി പുറത്തേക്ക് വിളിച്ചു. വാക്കുകളില്ലാതെ അവൻ എന്നോട് പറയുന്നതായി തോന്നി, കണ്ടോ, ഇതുപോലെ എത്ര ജീവികളെ വേണമെങ്കിലും ഞാൻ നിനക്ക് വിട്ടുതരാം. പക്ഷെ ഒന്നുണ്ട്, നീ എന്നെ അനുസരിക്കണം. നീ എന്നെ യജമാനനായി കാണണം. ആ പ്രലോഭനങ്ങളിൽ കുടുങ്ങി ഞാൻ പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു, പ്രഭോ, ഞാൻ അങ്ങയെ അനുസരിക്കുന്നു. അങ്ങ് എൻ്റെ ദൈവമാണ് പ്രഭോ. പെട്ടെന്ന് എലികളെല്ലാം അപ്രത്യക്ഷമായി. അവൻ ജാലകപ്പാളിയുടെ നേർക്ക് മഞ്ഞുപാളികളാൽ ആവൃതനായി ഒഴുകിയെത്തി. പിന്നീട് ജാലകപ്പാളിയുടെ വളരെ ചെറിയ വിടവിലൂടെ നിലാവ് പോലെ അകത്തേക്ക് പ്രവേശിച്ചു. റെൻഫീൽഡിൻ്റെ ശബ്ദം നേർത്തു വന്നു. അയാളുടെ തലച്ചോർ ശരിക്കും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാവാം നാവും തളർന്നു പോകുന്നു. ഓർമ്മയും വിട്ടുപോകുന്നുണ്ടാവും. അയാളെ ഉത്തേജിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ പ്രൊഫസർ എന്നെ തടഞ്ഞു. വേണ്ട, അയാൾ സ്വാഭാവികമായി സംസാരിക്കട്ടെ. നമ്മുടെ ഇടപെടലുകൾ പാടില്ല. അല്പം കഴിഞ്ഞപ്പോൾ റെൻഫീൽഡ് വീണ്ടും സംസാരിച്ചു തുടങ്ങി. പകൽ മുഴുവൻ ഞാൻ അവനെയും കാത്തിരുന്നു. അവൻ ഒന്നും കൊണ്ടുവന്ന് തന്നില്ല. ഒരു ഈച്ചയെപ്പോലും തന്നില്ല. എനിക്ക് കടുത്ത രോഷം തോന്നി. രാത്രി നിലാവധിച്ചപ്പോൾ അവൻ വീണ്ടും വന്നു. ജാലകപ്പഴുതിലൂടെ മഞ്ഞുപാളികളായി അവൻ അകത്ത് പ്രവേശിച്ചു. എനിക്ക് അവനോട് ഭയങ്കര ദേഷ്യം തോന്നി. ഞാനത് പ്രകടിപ്പിച്ചപ്പോൾ അവൻ എൻ്റെ നേർക്ക് ചീറി. മഞ്ഞുപാളികൾക്കിടയിൽ കാണപ്പെട്ട അവൻ്റെ ശരീരത്തിൽ പിടിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല.
ഈ വീടും അവൻ്റെ സ്വന്തമാണെന്ന അധികാരഭാവത്തിലാണ് അവൻ പെരുമാറിയത്. ഇന്ന് ഉച്ചയ്ക്ക് മീന എന്നെ കാണാൻ വന്നിരുന്നു. അവളാകെ മാറിപ്പോയല്ലോ. വലിയ ക്ഷീണമുണ്ടവൾക്ക്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ വിഷമിച്ചു. റെൻഫീൽഡ് തുടർന്നു. മീന കുറേ സമയം എൻ്റെ മുറിയിലുണ്ടായിരുന്നു. അവർ എന്തൊക്കെയോ സംസാരിച്ചു. എനിക്കൊരു താല്പര്യവും തോന്നിയില്ല. ഞാൻ അവരുടെ വിളറിയ മുഖമാണ് ശ്രദ്ധിച്ചത്. എനിക്ക് വിളർച്ച ബാധിച്ചവരെ ഇഷ്ടമല്ല. നല്ല രക്തപ്രസാദമുള്ളവളായിരുന്നല്ലോ മീന. ഇപ്പോൾ അവൾക്ക് എന്തു പറ്റി? പെട്ടെന്ന് ഞാൻ ഓർമ്മിച്ചു. അവൻ അവളെയും കീഴ്പ്പെടുത്തിയിരിക്കണം. അവൻ തന്നെയാണ് മീനയുടെ ചോര ഊറ്റിക്കുടിക്കുന്നതെന്ന് ഞാൻ ഉറപ്പിച്ചു. ഇന്ന് രാത്രി അവൻ വന്നപ്പോൾ ഞാൻ അവനോട് ഏറ്റുമുട്ടിയത് മീനയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി തന്നെ അവനെ അവസാനിപ്പിക്കണം എന്ന് ഞാൻ തീർച്ചയാക്കിയിരുന്നു. ജനാലപ്പാളികൾക്കിടയിലൂടെ അകത്തു വന്ന അവനെ ഞാൻ പൂണ്ടടക്കം പിടിച്ച് ഞെരിച്ചമർത്തി. ഭ്രാന്തന്മാർക്ക് ഭയങ്കര ശക്തിയുണ്ടെന്നല്ലേ പറയാറുള്ളത്? ഞാനും ഒരു ഭ്രാന്തനല്ലേ? എൻ്റെ ശക്തി ഒരു നല്ല കാര്യത്തിന് ഉപകരിക്കട്ടെ എന്ന് കരുതി ഞാനവനെ ഞെരിച്ചമർത്തി. പക്ഷേ അവൻ്റെ കത്തുന്ന കണ്ണുകളിലേക്ക് അറിയാതെ ഒന്ന് നോക്കിപ്പോയതോടെ എൻ്റെ ശരീരമാകെ തളരും പോലെ തോന്നി. ഞാൻ കുഴഞ്ഞു വീണു. അവൻ എന്നെ പൊക്കിയെടുത്ത് തറയിൽ ആഞ്ഞടിച്ചു. അതോടെ എൻ്റെ ബോധം പോയി. റെൻഫീൽഡ് വീണ്ടും അബോധാവസ്ഥയിലായി. പ്രൊഫസർ വാൻ ഹെൽസിംഗ് ചിന്താധീനനായി നിൽക്കുകയായിരുന്നു. അദ്ദേഹം ആവേശത്തോടെ പറഞ്ഞു, ഇപ്പോൾ വ്യക്തമായല്ലോ. നാം അവനെ തേടി എങ്ങും അലയേണ്ടതില്ല. അവൻ ഇവിടെ തന്നെയുണ്ട്. നമ്മെ അവൻ ആക്രമിക്കും മുൻപ് നമുക്ക് അവനെ ആക്രമിച്ച് നശിപ്പിക്കണം. ഒരു നിമിഷവും പാഴാക്കാനില്ല. വലിയൊരു പോരാട്ടത്തിനായി നമുക്ക് ഒരുമിക്കാം. ദൈവനാമത്തിൽ നമുക്ക് മുന്നേറാം. വിജയം നമ്മുടേതാവും, ഉറപ്പ്. കാരണം നന്മയും ദൈവാനുഗ്രഹവുമാണ് നമ്മുടെ പിൻബലം. ഞങ്ങൾ എല്ലാവരും ആയുധങ്ങളെല്ലാം എടുത്ത് പുറപ്പെടാൻ തയ്യാറെടുത്തു. ഭയം എല്ലാവരിലും ഒരേ അളവിലുണ്ടായിരുന്നു. ആരും പക്ഷേ അത് അല്പവും പുറത്തു കാട്ടിയില്ല. എല്ലാവരും ഹാളിലെത്തിയപ്പോൾ പ്രൊഫസർ വാൻ ഹെൽസിംഗ് കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ കൂടി പറയട്ടെ, നാം നേരിടാൻ പോകുന്നത് ഒരു സാധാരണ ശത്രുവിനെയല്ല. മരിച്ചിട്ടും മരണമില്ലാതെ മനുഷ്യരക്തം കുടിച്ച് ഉന്മാദം കൊണ്ടു നടക്കുന്ന അതിശക്തനും ബുദ്ധിമാനുമാണ് നമ്മുടെ ശത്രു. ഓരോ നീക്കവും കരുതലോടെയാവണം. നമ്മുടെ പ്രിയപ്പെട്ട മീനി ഈ ദുരിതമെല്ലാം അനുഭവിക്കേണ്ടി വരുന്നല്ലോ. അദ്ദേഹം മീനയുടെ മുറിയുടെ മുന്നിലേക്ക് നടന്നു. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ അനുഗമിച്ചു. പിന്നിൽ നിന്ന് ക്വിൻസ് ചോദിച്ചു, ഈ സമയത്ത് മാഡത്തെ ശല്യപ്പെടുത്തണോ? വേണം, പ്രൊഫസർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെങ്കിൽ ഞാനത് ചവിട്ടിപ്പൊളിച്ചിട്ടാണെങ്കിലും അകത്ത് കിടക്കും. പക്ഷേ അതവരെ ഭയപ്പെടുത്തുകയില്ലേ? അല്ലെങ്കിലും ഒരു സ്ത്രീയുടെ മുറിയിലേക്ക് വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറുന്നത് മര്യാദയാണോ? ക്വിൻസി വീണ്ടും തടസ്സവാദം ഉന്നയിച്ചു. മാന്യരെ, നിങ്ങൾ പറഞ്ഞതൊക്കെ സാധാരണ സാഹചര്യത്തിൽ ശരിയാണ്. പക്ഷേ ഇത് അസാധാരണമായ അവസ്ഥയാണ്. പിന്നെ ഒരു ഡോക്ടർക്ക് ആരുടെ മുറിയും ഒരുപോലെയാണ്. ഞാൻ വാതിൽ ഇടിച്ചു പൊളിക്കാൻ പോകുകയാണ്. നിങ്ങളും എന്നെ സഹായിക്കുക, പ്ലീസ്. തുടർന്ന് പ്രൊഫസർ വാതിലിൻ്റെ നോബ് തിരിച്ചു നോക്കി. പൂട്ടിയിരിക്കുകയാണെന്ന് കണ്ട് തോൾ കൊണ്ട് വാതിലിടിച്ചു. ഒപ്പം ഞങ്ങളും കൂടി. എല്ലാവരും ഒരുപോലെ ശ്രമിച്ചപ്പോൾ വാതിൽ തുറന്നു മലർന്നു. മുറിയിലെ അരണ്ട നിലാവെളിച്ചത്തിൽ ഞങ്ങൾ കണ്ട കാഴ്ച ഘോരഭീകരമായിരുന്നു. ഒരു കട്ടിലിൽ ജോനാഥൻ ചെരിഞ്ഞു കിടക്കുന്നു. അയാളുടെ മുഖം ചുവന്നു തുടുത്തിരുന്നു. ശ്വാസഗതിയും അസ്വാഭാവികമായിരുന്നു, ബോധം നശിച്ച അവസ്ഥയിലും. അപ്പുറത്ത് ആ കറുത്ത സത്വം മീനയെ വലിച്ചുയർത്തി തൻ്റെ മാരടത്തിലേക്ക് അവളുടെ മുഖം ചേർത്തു പിടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞ് അവൻ മീനയെ കിടക്കയിലേക്ക് തള്ളിയിട്ട് ഞങ്ങൾക്ക് നേരെ കുതിച്ചു. അവൻ്റെ തീപാറുന്ന കണ്ണുകൾ ആരെയും ഭയപ്പെടുത്തി കൊല്ലാൻ പാകത്തിലുള്ളവയായിരുന്നു. വായിൽ നിന്നും ചോര ഒഴുകുന്നു. കോമ്പല്ലുകൾ കൂർത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അവൻ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞപ്പോൾ പ്രൊഫസർ ചടുലമായി പ്രവർത്തിച്ചു. അദ്ദേഹം വിശുദ്ധ അപ്പത്തിൻ്റെ പൊതിയും സ്വർണ്ണക്കുരിശും അവന് നേരെ നീട്ടി. പെട്ടെന്ന് തലയ്ക്കടിയേറ്റതുപോലെ അവൻ തരിച്ചു നിന്നു. പിന്നെ ഭയന്ന് വിറച്ച് പിന്നോക്കം മാറി. അതനുസരിച്ച് ഞങ്ങളും മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് മുറിക്കകത്തെ നിലാവെളിച്ചം മങ്ങി. വലിയൊരു മേഘം ചന്ദ്രനെ മറച്ചുകൊണ്ട് എത്തിയതായിരുന്നു കാരണം. ആർത്തർ ടോർച്ച് മിന്നിച്ചു. അതിനുള്ളിൽ ആ ഘോരരൂപം അപ്രത്യക്ഷമായിരുന്നു. ജനാല വിടവിലൂടെ നേർത്ത ഒരു മഞ്ഞുപാളി ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾ കണ്ടു. പ്രിയ കൂട്ടുകാരെ, കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ഈ കഥയുടെ ബാക്കി ഭാഗം കേൾക്കുവാനായി നിങ്ങൾ ചാനൽ സന്ദർശിക്കുക. കഥയുടെ ബാക്കി ഭാഗവുമായി ഞാൻ വരും വരേക്കും എല്ലാവർക്കും വിടാം.